ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് കാണിക്കുന്നത്. വിവാഹശേഷം അവർ മണ്ഡപത്തിന് പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പം വളരെ പ്രതീക്ഷയോടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് അനാമികയുടെ കഴുത്തിൽ നിന്ന് ആ താലി കഴിഞ്ഞ് താഴെ വീഴുന്നത്. എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും ജലജയും ജാനകിയും എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും അയ്യോ താലി കഴിഞ്ഞ് വീണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ദേവയാനി പറയാണ്, ആ നയന അവളല്ലേ അത് മുറുക്കി കെട്ടിയത്, അവളത് മുറുക്കി കെട്ടാതെ അഴിച്ചു വെച്ചിട്ട് അവർ ഈ സമയത്ത് ഇവിടെ നിന്ന് ആദർശിനെയും കൂട്ടി അവൾ പോയതാണെന്ന് പറയാണ്. പിന്നെ അവിടെ ഒരു ഡിസ്കഷനൊക്കെ അങ്ങ് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ജാനകി വന്നിട്ട് ആ താലി എടുത്ത് അനിയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, മോനെ ഇതൊന്നുകൂടി അവളുടെ കഴുത്തിൽ കെട്ടിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും അനാമികയുടെ കഴുത്തിൽ അനി താലി കെട്ടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നയനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ ആദർശും നയനയും സദസ്സിലില്ലാത്തതിന് അവരെവിടെ പോയതായിരിക്കും, ഈ സമയത്ത് ആദർശിനെയും കൂട്ടി നയന പോയത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനിയും ജലജയൊക്കെ പറയുന്നുണ്ട്, അവനെയും കൂട്ടി മനഃപൂർവ്വം അവൾ ഇവിടുന്ന് പോയതാണ്, കാരണം അവൾക്കിതൊന്നും കണ്ടാൽ സഹിക്കുകയില്ല. അവരിങ്ങനെ ഈ രീതിയിലൊരു വിവാഹം കഴിഞ്ഞല്ലല്ലോ വന്നത്, അപ്പോൾ ഇതൊന്നും കണ്ടാൽ നേരായ രീതിയിൽ വരുന്നത് കണ്ടാൽ ഇതൊന്നും സഹിക്കില്ല, അതുകൊണ്ട് ഇവിടുന്ന് മാറി നിൽക്കുകയാണെന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ പുരോഹിതൻ അവിടെ നിന്ന് എണീറ്റിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് പുരോഹിതൻ. എന്നിട്ട് പുരോഹിതൻ മുത്തശ്ശിയോട് പറയുകയാണ്, ഈ വിവാഹം നടത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നടത്തി, അങ്ങനെ ഈ വിവാഹത്തിന് ഒരു ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പറയാണ്, അതെ, അതിനാണല്ലോ വാഴക്കല്യാണം നടത്തിയത്. പൂജാരി പറഞ്ഞായിരുന്നു അതിന് പരിഹാരമായിട്ട് വാഴക്കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ പൂജാരി അങ്ങോട്ട് വരും. അപ്പോൾ പൂജാരിയോട് പുരോഹിതൻ ചോദിക്കുകയാണ്, ഇതിന് പരിഹാരമാണോടോ വാഴക്കല്യാണം, 2 വിവാഹം ഉണ്ടെന്ന് പറഞ്ഞു, അതിന് പരിഹാരം വാഴക്കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടത്താറുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ന് പൂജാരി പറയാം. അപ്പം ജ്യോത്സ്യം പറയുന്നുണ്ട്, അത് മുത്തശ്ശനെവിടെ, മുത്തശ്ശനോട് ഞാൻ സാറിനോടാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, എന്നോടടുത്ത് വന്ന് നോക്കാറും ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് അദ്ദേഹം ആശുപത്രിയിലാണ്, അതുകൊണ്ടാണ് അതിലൊന്നും ഇടപെടാതിരുന്നത്, ഞാൻ തന്നെ വന്നതെന്ന് പറയാണ്. അദ്ദേഹം ആണെങ്കിൽ എല്ലാ കാര്യം കുറച്ചുകൂടി നോക്കിക്കണ്ടേ ചെയ്യുള്ളായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരിഹാരം നടത്തി ഈ വിവാഹം നടത്തിയില്ലേ എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും അതങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതൻ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ജലജയും ദേവയാനിയും ജാനകിയും ഒക്കെ വരികയാണ്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കാം. അപ്പം മുത്തശ്ശി പറയാണ്, പുരോഹിതൻ പറഞ്ഞു ഈ വിവാഹം നടത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ പുരോഹിതനെ അവർ പുച്ഛിക്കുകയാണ്. ആ പുരോഹിതൻ പറഞ്ഞത്, എൻ്റെ മകൻ ആദർശിന് നല്ലൊരു ഭാര്യ വരും, അവൾ ആദർശിൻ്റെ ഭാര്യ ഈ വീട്ടിൽ വരുമ്പം ഈ കുടുംബത്തിൻ്റെ ഭാഗ്യമാണെന്നല്ലേ, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നിട്ട് എന്തായി, എന്താ കുഴപ്പം നയനമോള് വന്നിട്ട് എന്ന് പറയാണ്. അപ്പം പറയാണ്, ഒരു കുഴപ്പമില്ല, അത്ര ഭാഗ്യമായിട്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ ഒരു തർക്കമുണ്ട്. പുരോഹിതന് പ്രായമായി, അതുകൊണ്ട് അയാളുടെ നാക്കിപ്പോൾ പിഴയ്ക്കും എന്നൊക്കെ അവരങ്ങ് പറഞ്ഞ് സമാധാനിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ട്, എവിടെ പോയി, കനകയൊക്കെ പറയുന്നുണ്ട്, എവിടെ പോയി നയനമോളും ഒക്കെ, നയനമോളെയാണ് എല്ലാവരും കുറ്റപ്പെടുന്നത് താലി അഴിഞ്ഞ് വീണതിന് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം നവ്യ പറയാണ്, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് നയനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ അനിയൻ്റെ വിവാഹ ചടങ്ങിൽ നിന്ന് ആദർശ് മാറിയൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴൊന്നും എടുക്കുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാതെ പോയാലോ എന്ന് പറയുക കനക. അപ്പം നവ്യ പറയുക, അതെന്തിനാ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാതെ പോകുന്നത്, എന്നെയാണ് അവർ കൂടുതലും പറയുന്നത്, എന്നിട്ട് എനിക്ക് പേടിയില്ല, പിന്നെ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ഗോവിന്ദൻ പറയാണ്, അത് പേടിക്കാതിരിക്കാൻ പറ്റുമോ, ചേരാത്ത ബന്ധങ്ങളൊക്കെ തമ്മിൽ വിളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മോളെ എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുവാണ്. ആദർശ് നയനെ അവിടെയുണ്ട്. ആദർശ് നയനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നേരത്തെ അനി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ വിവാഹമേ നടക്കുള്ളായിരുന്നു എന്ന് പറയണം. അപ്പം നയനെ അങ്ങ് ആകപ്പാടെ വിഷമിക്കുന്ന സമയത്തൊക്കെ ആദർശ് പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അതേസമയം അനിയാണെങ്കിൽ ഇങ്ങനെ എല്ലാം നോക്കുവാണ് കേട്ടോ. നന്ദുവിനെ ഒരു നോക്കൊന്നും കണ്ടില്ലല്ലോ എന്ന്, അവളെ എവിടെയാണോ അവളെ ഒന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ അനിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഫോട്ടോ
എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. ഈ സമയത്തും നവ്യയും നയനയും അവരുടെ വീട്ടുകാരെയും കുറ്റം പറയാൻ ദേവയാനി മടിക്കുന്നുമില്ല. അങ്ങനെ നന്ദു ഹോസ്പിറ്റലിലാണ് ആ സമയം. അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്